എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറുള്ള അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കോഴിമുട്ടയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം അത് പുറത്ത് വെക്കണം. എന്നിട്ട് നോർമൽ ടെമ്പറേച്ചറിലായി മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം. നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് വേണം നമ്മളിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരളവിൽ എസൻസുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ തന്നെ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലേവറൊന്നും ഇല്ലാത്ത ഓയിൽ വേണം ചേർക്കാനായിട്ട്. ബേക്കറിയിൽ നിന്ന് നമുക്ക് ബട്ടർ ചേർത്തതും അതുപോലെ ഓയിൽ ചേർത്തതായിട്ടുള്ള ടീ കേക്കുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം, ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള എത്രത്തോളം നന്നായിട്ട് പതഞ്ഞ് വരുന്നോ അത്രയ്ക്കും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ മാത്രം വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മുട്ടയുടെ വെള്ള അടിച്ച് പതപ്പിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം. മുട്ടയുടെ വെള്ള ഏകദേശം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരളവിൽ മധുരമൊക്കെ കറക്റ്റ് ആയിരിക്കും. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ എല്ലാതും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് സാവധാനത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കട്ടി നോക്കണം. കട്ടി കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാലാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കട്ടി നോക്കിയിട്ട് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. അപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂൺ പാലാണ് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടപ്പോൾ ഇതിൻ്റെ കട്ടിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. നേരത്തെ തന്നെ ഞാൻ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. ഇതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഒരു പഴയ അലുമിനിയം കുക്കറിലാണ്. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. കുക്കറിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ ഒരു ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മൂടിയിൽ റബ്ബർ വാഷും വെയിറ്റൊക്കെ ഊരി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ 2 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് ഏകദേശം ഒരു 35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എനിക്കിതൊരു 35 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്കാണ്. കണ്ടോ, മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്.
ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്